നമസ്കാരം. മെയ് മാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ മെയ് മാസത്തിലെ ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 4 വലിയ ഗ്രഹങ്ങളുടെ രാശി മാറാൻ പോകുന്നു. സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ രാശിയാണ് മാറാൻ പോകുന്നത്. ഇതുമൂലം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോവുകയാണ്. അത്ഭുതകരമായ ഗ്രഹസംയോഗങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ സംഭവിക്കും. സൂര്യനും ബുധനും കൂടിച്ചേർന്ന് ബുധാദിത്യ രാജയോഗം രൂപാന്തരപ്പെടുകയാണ്. കൂടാതെ ശുക്രനും വ്യാഴവും കൂടിച്ചേർന്ന് ഗജലക്ഷ്മി രാജയോഗവും രൂപാന്തരപ്പെടുന്നതാകുന്നു. ഏപ്രിൽ 23 മുതൽ ജൂൺ 1 വരെ ചൊവ്വയും രാഹുവും കൂടിച്ചേർന്ന് അംഗാരക യോഗവും രൂപപ്പെടുന്നതായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഈ രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും മെയ് മാസം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നതായ സമയമാണ്. ഇതോടൊപ്പം മറ്റു ചില അത്ഭുതകരമായ നേട്ടങ്ങളും വന്നു ചേരും. പ്രധാനമായും ഗജലക്ഷ്മി, ശുക്രാദിത്യ, ഗജകേസരി തുടങ്ങിയ യോഗങ്ങളും ഈ രാശിയിൽ രൂപാന്തരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ഇടവം രാശിക്കാർക്ക് ഈ സമയം ഭാഗ്യം അത് പരിപൂർണമായും തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ധനപരവും അല്ലാത്തതുമായ നേട്ടങ്ങൾ, അതായത് നിങ്ങൾ ചെയ്യുന്നതായ കർമ്മ മേഖലയിൽ വിജയങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട വിജയങ്ങൾ, അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മവുമായി ബന്ധപ്പെട്ട വിജയങ്ങൾക്ക് സഹായകരമായി തീരും ഭാഗ്യം തുണയ്ക്കുക എന്ന ഈ കാര്യം. തീർച്ചയായും അത് സംഭവിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്നതായ കാര്യങ്ങൾ, അത് ജോലിയോ അല്ലെങ്കിൽ പഠനമോ ബിസിനസ് പരമായ കാര്യങ്ങളോ അത്തരത്തിൽ എന്തു തന്നെയുമാകാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ, അതായത് പ്രധാനമായും ഈ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഉണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾക്ക് അയവ് സംഭവിക്കാവുന്ന സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനോ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വന്ന് ചേരുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ആരോഗ്യവും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, രോഗബാധിതരാണ് എങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ദീർഘകാലമായി മുടങ്ങി കിടക്കുന്നതായ കാര്യങ്ങളും, ജോലികളാണ് എങ്കിൽ ജോലികൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ജോലി നേടുവാൻ, വിദേശത്ത് പോലും നേടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധാരാളം വിജയങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം പുതിയ ജോലിക്കായുള്ള അന്വേഷണങ്ങൾ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാകുന്നു. കാരണം
വ്യാഴം 10ാം ഭാവത്തിൽ ഇരിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നതായ അവസരമാണ് ഇത്. 10ാം ഭാവം പ്രശസ്തി, ലാഭം, അംഗീകാരം എന്നിവയുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അത്രമേൽ പ്രാധാന്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, ഭാഗ്യം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് തന്നെ പറയാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്, എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് പെട്ടെന്ന് തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ, ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇവര് പ്രധാനമായും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ആസ്വദിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങൾക്ക് തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. നിങ്ങളെ തേടിയെത്തും. കൂടാതെ ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ മറ്റൊരു കാര്യം, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരാം. പൂർവിക സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ അത്തരം സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള, ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, പ്രശസ്തി, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം കലാകാരന്മാർക്കും അനുകൂലമാണ്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം, പുതിയ അവസരങ്ങൾ വന്നു ചേരാം എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം വ്യാഴം 4ാം ഭാവത്തിൽ തുടരുന്നതുമാണ്. ശേഷം ശുക്രനും സൂര്യനും കൂടി പ്രവേശിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ധാരാളമായ അനുഗ്രഹങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. അത്രമേൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കാരണം ധാരാളം ശുഭഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് അത്രമേൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കരിയറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. പുരോഗതിക്കുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ വന്നു ചേരാം. കലാകാരന്മാർക്കും അനുകൂലം തന്നെയാണ് സമയം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും. പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ പ്രയാസങ്ങൾ, മാനസികപരമായ ക്ലേശങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിവായി കിട്ടുന്ന അവസരമാണ് ഇത്. ധനപരമായ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, കൈവായ്പകൾ മടക്കി കിട്ടുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ രാശിക്കാർ പരമശിവനെയും ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഈ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ തീർച്ചയായും ദർശനം നടത്തുകയും ഈ ദേവതകളുടെ അറിയാവുന്ന മന്ത്രം നിത്യവും ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു.